നമസ്കാരം ഗായ്സ്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ടൈം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെറൈറ്റി സാധനമാണ്. നമ്മുടെ തറവാട്ടിൽ നടന്ന ഒരു പാമ്പും തുള്ളലിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസും അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ തറവാട്ടിൽ ഒരു ചെറിയൊരു പാമ്പുംകാവുണ്ട്. ആ പാമ്പുംകാവിനെ ലൈക്കിനോ അവർക്ക് പ്രീതിപ്പെടുത്താനും അവരുടെ കുറച്ച് കാര്യങ്ങളും ലൈക്കിനോ അവരെ ഹാപ്പിയാക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് പൂജകളും തുള്ളലും കളമെഴുത്തും കളപ്പാട്ടും എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ പ്ലീസ് നിങ്ങളുടെ കമൻസ് എല്ലാം നിങ്ങളിതിന് മുന്നേ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ താഴെ നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അതെ ഉണ്ണിക്കുട്ടനോട് ചോദിച്ചാൽ ഒന്നോട്ട് അറിയാം. ഇങ്ങോട്ട് മ്യൂസിക് നമ്മളിവിടെ ചെയ്യുന്ന കല്യാണത്തിന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇതെടുത്തോളൂ കേട്ടോ. എന്നാ പ്രാർത്ഥിക്കാം. എന്നിട്ട് ആ പട്ടാണ്ട് എന്നാണ് കയറി വലത്തെ കയ്യിൽ പിന്തിരിച്ച് വലത്ത കയ്യിൽ പിടിച്ച് വലത്തെ ബീച്ച് ഇന്നേര് 3 വന്നു മുണ്ടന്മാർക്ക് എല്ലാവരും ഒന്ന് തൊഴുത് എണീറ്റ് ചേട്ടാ. കൂറ വിധാനിക്കാണ്. ദേവിയുടെ മനസ്സ് സങ്കല്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ഉത്തമമായിരിക്കുന്നവർ മണിനാഥന്മാരെ, അന്നമണിനാഥന്മാരെ, കരിനാഥന്മാരെ നിങ്ങൾക്ക് തീണ്ടപ്രകാരമോ തടസ്സപ്രകാരമോ കടം തരാൻ നിൽക്കുന്നുണ്ടെങ്കിലും മക്കളെ മുടുകയോ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വീണ്ടും 1-2 വാക്ക് കൽപ്പിച്ച് കേൾക്കണേ. എൻ്റെ കുട്ടനാട്ടു പാരമ്പര്യം സമ്പ്രദായ ഗുരുനാഥ ദേവി. കൂറവിടാനിക്കല്ലേ 3 പ്രാവശ്യം ചോദിക്കാം. പൊതുവെ പണ്ട് കാലത്ത് ഈ നാഗതുള്ളൽ എന്നൊക്കെ പറയണത് സർപ്പ പാട്ടുണ്ടാവും, പുള്ളുവന്മാരുടെ പാട്ടുണ്ടാവും, തിരിയൊഴിച്ചലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പൊതുവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ വലിയ കുടുംബമാണ്, ഫാമിലിയാണ്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കളം എഴുതും. പുള്ളവന്മാർ വന്നിട്ട് കളം എഴുതും. കളം എഴുതാൻ നമ്മുടെ ഭയങ്കര വലിയ കളമായിരിക്കും. അതിൽ സർപ്പങ്ങളെയൊക്കെ ചിത്രമൊക്കെ വരച്ച് വളരെ മനോഹരമായിട്ടാണ് അവരിത് വരയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാം എഴുതിയതിന് ശേഷം എനിക്കിത് എന്താ പറയുന്നത് എല്ലാം വരച്ചതിന് ശേഷം പിന്നീട് അതിനോട് അനുബന്ധിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ താലമെടുക്കും. താലമെടുത്തിട്ട് നേരെ നമ്മൾ നമ്മുടെ സർപ്പക്കാവിലോട്ട് പോവുകയാണ്. സർപ്പക്കാവിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഭഗവാനെയൊക്കെ തൊഴുത് നാഗദൈവങ്ങളൊക്കെ തൊഴുത് എല്ലാം മംഗളമായിട്ട് ചെയ്യണം എന്നുള്ള പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ തേടി നമ്മൾ തിരിച്ചു വന്ന് 2 എന്താ പറയുന്ന കന്യാകുമാർ വന്നിട്ട് തുള്ളുകയാണ്. പിന്നെ മുടിയൊക്കെ കഴിച്ചിട്ട് പുള്ളുവന്മാർ പാട്ട് പാടും. അതിനനുസരിച്ച് നല്ലപോലെ തുള്ളും. അതുകൂടാണ്ട് തിരിയൊഴിച്ചിലുണ്ട്. തിരിയൊഴിച്ചിലെന്ന് പറയുന്നത് ഈ തീ വെച്ചിട്ട് അവർ ദേഹത്തു കൂടെ അങ്ങനെ ഒഴിയുന്ന ഒരു തരം സമ്പ്രദായമാണ്. അതും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ്. ഭഗവാന്മാരെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ അത് 3 ദിവസം 5 ദിവസത്തെ പരിപാടിയായിരുന്നു അത്. അപ്പോൾ 5 ദിവസത്തെ ഫുൾ പരിപാടി നിങ്ങൾക്ക് കാണിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അത് വളരെ യു വിൽ ബി ബോർഡ്. സോ ഫസ്റ്റ് ഡേ അത് തന്നെയാണ്, സെക്കൻഡ് ഡേ, തേർഡ് ഡേ. പക്ഷെ 4th ഡേ പോകുമ്പോൾ 5th ഡേ പോകുമ്പോൾ അത് മാറും, ടോട്ടലി മാറും. കാരണം
ഫോർത്ത് ഡേ പോകുമ്പോൾ അത് ഭൂതക്കളം എന്ന് പറയും. ഭൂതക്കളത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഈ നാഗദൈവങ്ങളല്ലാണ്ട് കുറേ വെച്ചാരാധനകളുണ്ട്. അതായത് കാർമ്മന്മാരും ഭൂതങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊരു കളം കൊടുക്കും. അതിൽ നമ്മളൊരു കളം എഴുതും. അതും ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളമായിരിക്കും. അതിൽ ഭൂതങ്ങളാണ് അതിന് നമ്മുടെ നിധി കാത്തു സൂക്ഷിക്കുന്ന ഭൂതങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂതക്കളം ചെയ്യുന്നത്. നാഗന്മാരെ മാത്രമല്ല, നമുക്ക് എന്താ പറയുക, ലൈക്കിനോ സർവാരോഗ്യങ്ങളും ധനസമൃദ്ധിയും കുടുംബത്തിൻ്റെ എല്ലാ നല്ലതും ഫാമിലിയിൽ എല്ലാവർക്കും നല്ലത് വരുത്തണേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് കുട്ടി ഉണ്ടായിട്ടില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പൂജയൊക്കെ ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫുൾ ഫാമിലിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഫുൾ നാഗദൈവങ്ങളെ നമ്മൾ വെച്ചാരാധിക്കുന്നത്. കൂടാണ്ട് ഭൂതക്കളമുണ്ട്. ഭൂതക്കളത്തിൽ ഉണ്ടാകുന്നത് പറഞ്ഞാൽ വളരെ നല്ല രസകരമായ കുറേ പരിപാടികൾ അതിനോടനുബന്ധിച്ചിട്ടുണ്ട്. ഭൂതക്കളം എഴുതി അതിലും കന്യകമാർ വന്നിട്ട് തുള്ളും, പുള്ളന്മാർ പാട്ട് പാടും. അത് ഡിഫറെൻറ്റ് പാട്ടായിരിക്കും, വളരെ മനോഹരമായ പാട്ടായിരിക്കും. പിന്നെ അത് കൂടാണ്ട് ചോഴികെട്ടൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചോഴികെട്ടലിൽ കാലൻ, മുത്തിയമ്മ, പിന്നെ ചോഴികൾ ഇവരൊക്കെ വരും. അതൊരു ഭയങ്കര രസകരമായ പരിപാടിയാണ്. എല്ലാവരുമായിട്ട് അവർ സംസാരിക്കും. എന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം ബേസിക്കലി ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും സ്കാറ്ററായിട്ട് ഇരിക്കുകയാണ്, പല ദേശങ്ങളിലും കൺട്രീസിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗെദറാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഒരു സിമ്പിൾ റീസൺ. അപ്പോൾ അതെല്ലാവരും വന്ന് ഒത്തുകൂടുക, എല്ലാവരും കാണുക. പലർക്കും പലരുടെയും അറിയില്ല, ഇപ്പോഴത്തെ ജനറേഷൻ പഴയ ജനറേഷൻകാരെ അറിയില്ല ഇവർ ആരാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതൊരു ഗെറ്റ് ടുഗെദർ വഴി നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം. അതിന് ഇതൊരു നിമിത്തമാവുകയാണ് ഈ നാഗക്കളം എന്ന് പറയുന്നത്. അത് നമ്മൾ നാഗദൈവങ്ങൾ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഒത്തൊരുമയായിട്ട് ജീവിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഉത്സവം പോലെ 5 ദിവസം ശരിക്കും എൻജോയ് ചെയ്തു ഞാനും എൻ്റെ ഫാമിലിയും. സമർത്തിൻ്റെ ഫസ്റ്റ് ഹോം കമ്മിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ നിങ്ങളിത് കാണും. ഇത് ഭയങ്കര വലിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് പറയാം. ഇതിന് മുന്നേ ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാം, നിങ്ങൾക്കത് പറഞ്ഞു തരാം. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം, മെസ്സേജ് ചെയ്യാം. ഡെഫിനറ്റ്ലി നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് കാണും. അതൊരു വെറൈറ്റി ആയിട്ടുള്ള പരിപാടിയാണ്. ഇത് നമ്മളിപ്പോൾ എല്ലാ വർഷവും ചെയ്യണമെന്നാണ് നമ്മുടെ ഫാമിലിയിലത്തെ തീരുമാനം. അതിപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ ആൾക്കാരുടെയും ടൈമും കാര്യങ്ങളും അനുസരിച്ചിട്ട്. ബട്ട് ഇതെല്ലാം നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ലൈക്ക് നമ്മളുടെ കൾച്ചർ എങ്ങനെയാണോ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ത്രൂ ഔട്ട്. സോ കൾച്ചറിനെ എത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത്രയും കൊച്ചുങ്ങളും അവർക്കും ഇതിനെപ്പറ്റി അറിയാനുള്ള കാര്യങ്ങളും എല്ലാം അവരുടെ ഉള്ളിൽ നിന്ന് വരും. അവരിത് കാണുമ്പോൾ അവർ ചോദിക്കും ഇതെന്താണ്. അപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ ഫാമിലിയിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നമ്മളെ അറിയിക്കുക, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ എന്തെങ്കിലും ഞങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ പലതും കാണിച്ചിട്ടില്ല കേട്ടോ. അതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, തുള്ളൽ കാണിക്കാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ അടുത്ത് പുള്ളന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ അതിനോട് ക്ഷമിക്കുക, കാരണം അത് നമുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് പറയുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗൈസ്, ലവ് യു. താങ്ക് യു പറ. താങ്ക് യു. താങ്ക് യു പറ. Thank you. Bye bye. അച്ചു അച്ചു അച്ചു.
സമർപ്പിച്ചു വെക്കേണ്ടതാണ്. ഇവിടെ വിളിച്ചു പറയുന്ന ആൾക്കാർ സുരേഷാണ്. ആരൊക്കെ ശരി ശരിക്കും വിളിച്ചോളൂ, ദേഹത്ത് വെച്ചോളൂ. അവർക്ക് പുണ്യം കൊടുക്കുക, പുഷ്പം കൊടുക്കുക, കളത്തിൽ നമ്മൾ വരിക, വഴിപാടായിട്ട് വരിക, ദക്ഷിണ കൊടുക്കുക, കളം കൈയാൾക്കാർക്ക് വേറെ കൊടുക്കണം. നാഗദൈവങ്ങളെ ശരണം. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സന്താന സമ്പത്ത്, ഐശ്വര്യങ്ങൾ, ദുരിതങ്ങൾ ഇല്ലാണ്ട് കാത്തിരക്ഷിക്കാൻ വേണ്ടി നാഗക്ഷേമോട് നാഗരാജാവിനോട് പ്രാർത്ഥിക്കുക. അവിടെ ഒഴിഞ്ഞു വയ്ക്കുക. ഞങ്ങളുടെ തറവാട്ടിലെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മാസ്ക് മാറ്റിക്കോളൂ. നികാല മാസ്ക് നോക്കി പോ. പൊക്കോളൂ പൊക്കോളൂ. ലാസ്റ്റിൽ പോവാ. ലാസ്റ്റിൽ
തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞാൽ സാമ്പാറിനെ വേണ്ടെങ്കിൽ ഞാൻ നിർത്തി അതാ സുരേഷ് കഴിഞ്ഞില്ല ഇതാണ് നമ്മുടെ മെയിൻ എന്താ പറയുക സർപ്പക്കാവ് അല്ലേ? മുരളിയാണോട് ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഇവിടെ വരൂ, പറയൂ ഇതിനെ പറ്റി പറയൂ. സർപ്പക്കാവിനെ പറ്റിയിട്ട് ഇത് നമ്മുടെ തറവാട്ടിന്റെ കപ്പാരത്ത് തറവാട്ടിന്റെ മൂലം അത് നന്നായിട്ട് കളിച്ചവരൊപ്പം നിൽക്കുക കേട്ടോ. ശരി, നമ്മൾ ഭംഗി വെക്കാം. ആ കാലിൽ നിന്ന് നേരത്തെ നന്നായി കളിക്കുക, അവരൊപ്പം നിൽക്കുക കളിച്ചിട്ട്. ചെറിയ പ്രസംഗങ്ങളുണ്ട്, 15 മാസം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും വേണ്ട പറയാൻ ചെയ്ത് കൊടുക്കും, കുറച്ച് കാശൊക്കെ കൊടുക്കേ, സഹായിച്ചു കൊടുക്കോ മുത്തശ്ശിക്ക്. ഇവിടെ നമുക്ക് പറ്റിച്ച ആൾക്കാരുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ്. ഒന്നിനാളെ പരിചയം ഉണ്ട്, നോക്കിയേക്കുമ്പോ മുഖം അപ്പൊ എന്താന്നാ പറയണത്. കാഴ്ചപ്പാടില് മുഖം കണ്ടില്ല, വെടിക്കെട്ട് പൊട്ടിയപ്പോ അതൊന്നും നോക്കിയില്ല. അപ്പൊ ആളനൊക്കെ കരുവാളൊക്കെ കൊടുത്തവർക്ക് മുത്തശ്ശിക്ക്
ഞങ്ങൾ പിടിക്കാം പൊറോട്ടൻ്റെ കയ്യിലാണ്